നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു അടിപൊളി എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് ഗസ്റ്റോ ബ്രൈഡ്സ് മെയ്ഡോ ഒരു ഫങ്ഷൻ ഒരു ഫങ്ഷണൽ വെയർ ലുക്കാണ്. അത് സ്കേർട്ടും ടോപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഈ ജ്വല്ലറീസും ഈ മേക്കപ്പും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ദെൻ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ വീഡിയോ തുടങ്ങുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്ലീസ് ഡു സപ്പോർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മളൊരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ് ആയുർവേദ കുക്കുംബർ റിഫ്രഷിങ് ടോണർ ആൻഡ് പോർ ടൈറ്റനിങ് ഈ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു അടിപൊളി ടോണറാണ്. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും. അടുത്തതൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ അക്വാലോജിക്കയുടെ ഒരു മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. 5 ബാരിയർ പ്ലസ് ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ. ഓക്കെ, ഇത് നല്ലൊരു ജെൽ ഫോമിലാണ്. ഇതിങ്ങനത്തെ ഒരു ഫോമിലാണ് അതിരിക്കുന്നത്. ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബേസ് നല്ല പ്രോഡക്റ്റ്സ് വെച്ച് എപ്പോഴും ചെയ്യുക. ബേസ് നന്നായാലേ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ഫ്ലോലെസ് ഒക്കെ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് വരും, ഗ്രേ വരും, പാച്ചസും ഒക്കെ വരും. ഫൈൻ പ്രൈമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റെനയുടെ ബോളിവുഡ് ഫിൽറ്ററൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ലതാണ് കേട്ടോ. റെനയുടെ ഓൾമോസ്റ്റ് കാജലൊക്കെ എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അത് അപ്ലൈ ചെയ്യുക. ഓൾമോസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ കൂടുതൽ അപ്ലൈ ചെയ്യുക. എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസും പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കളർ കറക്ഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഐ ആം യൂസിങ് 2 കൺസീലർ. ഞാൻ ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാൻ 2 കൺസീലറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഷെയ്ഡിന് അണ്ടർ ടോൺ ആയിട്ടുള്ള 2 കൺസീലറാണ്. ഒന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ യൂസ് ചെയ്ത വൺ ഓഫ് ദ മോസ്റ്റ് ഏറ്റവും നന്നായിട്ട് തോന്നിയൊരു കൺസീലറാണ് ഇൻസൈറ്റിന് NC5 മീഡിയം യെല്ലോ ആൻഡ് നമ്മുടെ ഫേസസ് കാനഡയുടെ 06 ഗോൾഡൻ റഷ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെത് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു എക്സാക്ട് ഷെയ്ഡ് കിട്ടുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഒരുമാതിരിപ്പെട്ട ഈ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ കവറപ്പ് ആവുന്നുണ്ട്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാം. ഈ 2 ഷെയ്ഡാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സപ്പ് ആക്കിയിട്ട് ഈ ഷെയ്ഡ്സ് അണ്ടർ ഐ ഡാർക്ക്നെസ് ഉള്ള അടുത്തൊക്കെ ഇടുക. എപ്പോഴും നമ്മൾ ഓൺലൈൻ വാങ്ങുമ്പോൾ എനിക്ക് ഷെയ്ഡ് തെറ്റി പോകാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് എടുക്കുന്നത്. ജസ്റ്റ് ബാക്കിയുള്ളത് എടുത്തിട്ട് ഞാനിങ്ങനെ ഡാമ്പ് ചെയ്യാം. കണ്ടോ, ഒരു മീഡിയം കവറേജ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ളൊരു കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്തത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 04 ആൻഡ് നാച്ചുറൽ ന്യൂഡ്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്വിസ് ബ്യൂട്ടി ഇൻസൈറ്റ് മാർട്സൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഭയങ്കര അഫോർഡബിളാണ്. അതേപോലെ നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു ബ്രാൻഡും കൂടെയാണ്. ഓക്കെ, നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അങ്ങോട്ടൊക്കെ കല്യാണത്തിൻ്റെ സീസണാണല്ലേ.
ഡിസംബർ ഭയങ്കര വെഡിങ് സീസണായിരുന്നു. ഡിസംബർ, ജാൻ. ഇനി കുറച്ചൊന്ന് കുറയും അപ്പോൾ മാർച്ചൊക്കെ വരുമ്പോഴത്തേക്ക്. ഓക്കെ, നമുക്ക് ഒരു സാരി ലുക്കാണെങ്കിൽ സാരി ഡ്രേപ്പ് ചെയ്യാനൊക്കെ അറിയാമെങ്കിൽ ഇതൊന്നും വലിയ വിലയുള്ള സാധനങ്ങളൊന്നും അല്ല. ഈ മാർസ്, സ്വിസ് ബ്യൂട്ടി, റെനയുടെയൊക്കെ അണ്ടർ 300 റുപ്പീസിൻ്റെ പ്രോഡക്റ്റ്സാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തത്, ഇൻക്ലൂഡിങ് മോയ്സ്ചറൈസർ, ടോണറൊക്കെ അണ്ടർ 200 ആണ്. ബയോട്ടിക്കിൻ്റെ ടോണർ, ഇതൊക്കെ നല്ല ഒരുവിധം നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് മേക്കപ്പ് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ഒക്കെ ഈ പ്രോഡക്റ്റ്സൊക്കെ തന്നെ ധാരാളം. ഓക്കെ, ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബേസ് ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ ബേസ് സെറ്റായി. നമ്മൾ കളർ കറക്ഷൻ ചെയ്തു, ഫൗണ്ടേഷൻ ഇട്ടു. ഫൗണ്ടേഷൻ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ 04 നാച്ചുറൽ ന്യൂഡാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇൻസൈറ്റിൻ്റെയും ഫേസസ് കാനഡയുടെ ഒരു 2 കൺസീലർ മിക്സ് ചെയ്തിട്ടാണ് കളർ കറക്ഷൻ ചെയ്തത്. ഇനി അടുത്ത് എൻ്റെ സ്കിൻ ടോണിന് അണ്ടർ ടോൺ വെച്ചിട്ടാണ് കളർ കറക്ഷൻ ചെയ്തത്. ഇനി എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ളൊരു കൺസീലർ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി കവറപ്പ് ഒന്ന് ഫുള്ളാക്കുകയാണ്. സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ റേഞ്ച് പെർഫെക്റ്റാണ്. നന്നായിട്ട് ഒരുപാട് റിവ്യൂസ് ഉള്ളൊരു കൺസീലർ റേഞ്ചാണ് സ്വിസ് ബ്യൂട്ടിക്കുള്ളത്. 03 ലൈറ്റ് മോയിൻ എന്നൊരു ഷെയ്ഡാണ്, വിച്ച് ഈസ് ക്ലോസ് ടു മൈ സ്കിൻ ടോൺ. അപ്പം അതാണ് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകും. ഓക്കെ, ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യണം. ഒരു ഹൈ എൻഡ് പെർഫോമൻസ് തന്നെയാണ്. ഈ ഒരു വിലയ്ക്ക് ഭയങ്കര അഫോർഡബിളാണ് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ റേഞ്ച്. ഈ ഒരു വിലയ്ക്ക് നല്ലൊരു പെർഫോമൻസ് ആണ്. ഓക്കെ, ഈ മാർസിൻ്റെ ക്യാൻസലേഷൻ കൺസീലറുണ്ട്, മാർസിൻ്റെ ഫൗണ്ടേഷനും ഒക്കെ ഇൻക്ലൂഡിങ് മാർസിൻ്റെ ബ്ലഷും ഒക്കെ അടിപൊളിയാണ്. ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഡാസിലിൻ്റെ ഒരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണ് എടുത്തേക്കുന്നത്. ഞാൻ എപ്പോഴും ഡാർക്ക് ബ്രൗൺ കളർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ചിലവർക്ക് ഗ്രേ ആവാം, ബ്ലാക്ക് ആയിരിക്കാം. ജസ്റ്റ് സ്ട്രോക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കര അഫോർഡബിളാണ്, എന്നാൽ നല്ലൊരു അടിപൊളി ഒരു ഐബ്രോ പെൻസിലാണ് ഈ ഡാസ്ലറിൻ്റെ പ്രോഡക്റ്റ്സ് എനിക്കിഷ്ടമാണ്. നമ്മൾ അഫോർഡബിൾ റേഞ്ച് പറയുമ്പോഴത്തേക്ക് ഡാസ്ലർ ഒരുപാട് അഫോർഡബിൾ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് തരുന്ന ആളാണല്ലോ അല്ലേ. ഇപ്പോഴും പണ്ടൊക്കെ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ മാത്രമേ ഉള്ളൂ മേക്കപ്പ് കിറ്റിൽ. ഒരു റോസ് പൗഡറും കാണും, അതൊക്കെ ഓർമ്മയുണ്ടോ? പാർട്ട് കഴിഞ്ഞു. ലൈറ്റായിട്ട് മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ. ഞാൻ ഇത് ത്രെഡ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കപ്പോൾ ഇനി അടുത്തത് ഐ മേക്കപ്പാണ്. അപ്പോൾ ഐ മേക്കപ്പിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ വെച്ച് ജസ്റ്റ് ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പാക്കിൻ്റെ ഒരു ചെറിയൊരു മിനി ബനാന പൗഡറാണ്. യു ക്യാൻ യൂസ് കോമ്പാക്ട് പൗഡർ, എന്ത് വെച്ചാണ് യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇവിടെ ജസ്റ്റ് ഒരു ബേസ് പോലെ കൊടുക്കുക. ഓക്കെ, ആണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. വാങ്ങിയപ്പോൾ തന്നെ ഇത് പാക്ക് ചെയ്ത് വന്നപ്പോൾ ഇതൊക്കെ രണ്ടും പൊടിഞ്ഞു പോയി. ഇങ്ങനെ എടുത്ത് എറിഞ്ഞത് എന്തോ ആണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ പൗഡർ ഡാമ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ക്രീസിൻ്റെ അവിടെ കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുക. അതേപോലെ തന്നെ എടുത്തിട്ട് വെത്തു. അതേപോലെ ഓറഞ്ച് റസ്റ്റ് ഷെയ്ഡ് എടുക്കുന്നുണ്ട്. കണ്ടോ, ജസ്റ്റ് സെൻറ്ററിൽ കൊടുക്കുക.
ഓക്കെ, ഇത് തന്നെ താഴെയും കൊടുക്കാം. എപ്പോഴും ഐഷാഡോ കണ്ണിൻ്റെ താഴെയും കൂടെ കൊടുത്താലേ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുക്കുന്നുണ്ട്, ഒരു റെഡ് ഓറഞ്ച് ഗ്ലിറ്ററി ഷെയ്ഡ് കോർണറിൽ കൊടുക്കുക. ഇവിടെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് കാജൽ ലുക്ക് നോക്കാം. ഇനി നമുക്ക് കാജൽ വരയ്ക്കാം. മേ ഫ്ലവറോ ഇൻസൈറ്റിൻ്റെ എന്ന ഒരു ജെൽ കാജലാണ് ഇത്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഐബ്രോ ജെല്ലും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് അത് യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു ബ്രഷ് എടുക്കുക. അപ്പം നമുക്ക് നല്ലൊരു രീതിയിലുള്ളൊരു വിങ്ഡ് ഐലൈനർ ഒരു ലൈൻ വരയ്ക്കാം. മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ആ കാജൽ, ജസ്റ്റ് ഒരു വിങ്ഡ് കാജൽ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഐലൈനർ ഇട്ടിട്ടുണ്ട്. താഴെയും കാജൽ കൊടുത്ത് ജസ്റ്റ് ഒന്ന് സ്മേർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അണ്ടർ ഐ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ അതേ ലൂസ് പൗഡർ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു പൗഡർ പഫ് വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യണം. ഇനി വളരെ കുറച്ച് സ്റ്റെപ്പും കൂടെയുള്ളൂ. ഓക്കെ, ഇത് പാക്കിൻ്റെ ഒരു മിനി പൗഡർ, ഇതാണ് ബനാന പൗഡറാണ്. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് തന്നെ ഹോള് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡംപ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഓക്കെ, ഈ പാക്കിൻ്റെ ഫിക്സിങ് സ്പ്രേ, സെറ്റിംഗ് പൗഡറൊക്കെ സൂപ്പർബാണ്. പാക്കിൻ്റെ കൺസീലർ പാലറ്റ് സൂപ്പറാണ് കേട്ടോ. ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല, ഒരുപാട് റിവ്യൂസൊക്കെ കേട്ടിട്ടുണ്ട്. അത് വാങ്ങണം. കുറച്ചൊരു അപ്പർ സൈഡാണ്. ഓക്കെ, ഇത് നമുക്കിനി ഡസ്റ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സ്കർട്ട് ആൻഡ് ടോപ്പ് ആയതുകൊണ്ടാണ് കുറച്ചൊരു വിങ്ഡ് ഐലൈനറൊക്കെ കൊടുത്തത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെയാണ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, പ്ലീസ് ടു. ബ്ലഷിനാണ് എടുക്കുന്ന ഇൻസൈറ്റിൻ്റെ മോസ്റ്റ് അഫോർഡബിൾ റേറ്റിൽ വരുന്ന 06 എക്ലെയർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു പീച്ചി എന്നും പറയാം, എന്നാലൊരു പിങ്ക് ഉണ്ട്. അടിപൊളി ഒരു ഷെയ്ഡാണ്. ബ്ലഷ് ഇടാം. ഹൈലൈറ്റിംഗ് ലിക്വിഡാണ് എടുക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ ആണ്, റോസ് ഗോൾഡാണ്. ജസ്റ്റ് നമുക്ക് നോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് 2 ഡ്രോപ്പ് ഇവിടെ. ഓക്കെ, അടിപൊളി ഒരു ലിക്വിഡ് ഹൈലൈറ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക്, ഞാൻ പാറു ഗാർഗിൻ്റെ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ്. ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് ഓഫ് റെഡാണ്, അടിപൊളിയാണ്. അപ്പോൾ അതിന് മുമ്പേ മാർസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് ചോക്കോ ബട്ടർ എന്നൊരു ബ്രൗൺ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലീസ് നമ്മുടെ ലിപ്പൊക്കെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക. ലിപ് ബാം അപ്ലൈ ചെയ്യുക. ഓക്കെ, ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഈ പാറുൽ ഗാർഗിൻ്റെ ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്.
05 പ്രോമിസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ്. എക്സ്പെഷ്യലി ഫോർ പാർട്ടി പേർപ്പസ് സാരിക്കൊക്കെ നന്നായിട്ട് പോകുന്നൊരു ഷെയ്ഡാണ്. ഓക്കെ, ഒരു മെറൂണും അല്ല, റെഡിൻ്റെ ഒരു നടുക്ക് വരുന്നത്, ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത്. അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ. ജസ്റ്റ് ഈ നമ്മുടെ ലീപ്പ് ലൈൻ ചെയ്യുന്ന ഒരു ബ്രഷ് എടുക്കുക, അത് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഡാമ്പ് ചെയ്യാം. സ്മഡ്ജ് പ്രൂഫാണ് കേട്ടോ. നമ്മുടെ മൂക്കം തന്നെ ഒന്ന് ബ്രൈറ്റ് ആവും. നല്ലൊരു ഷെയ്ഡാണ്. അടുത്തത് ലിപ്സ്റ്റിക്ക് കിട്ടിയതിന് ലോറിയൽ പാരീസിൻ്റെ ഒരു ലാഷ് പാരഡൈസ് എന്നൊരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി ഒരു ഫോൾസ് ലാഷസ് വെച്ചൊരു എഫക്റ്റാണ് ഈ ഒരു മസ്കാരയ്ക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അറ്റ് ലാസ്റ്റ് മേക്കപ്പ് ഫിക്സറാണ്. ഞാൻ പാക്കിൻ്റെ ഒരു മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റാ ഫിക്സേഷൻ പ്രെപ്പ് പ്ലസ് പ്രൈം. ഓക്കെ, മേക്കപ്പ് ഡൺ. അപ്പോൾ നമുക്ക് ബാക്കി ആക്സസറൈസ് ഒക്കെ ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഭയങ്കരമായിട്ടൊരു ഗോഡി ലുക്കൊന്നും അല്ല, നല്ല വിങ്ഡ് ഐലൈനറൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ ഗോൾഡ് ജ്വല്ലറി കളക്ഷൻസിൽ വരുന്നതാണ്. എൻ്റെ വെഡ്ഡിങ് ജ്വല്ലറീസാണ്. ഈ ചുരുക്കയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഇടയ്ക്ക് മാരേജിന്